എനിക്കിതിൽ ബാഡ് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ 10ലാണോ 9ലാണോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു. ഇവിടെ ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ട പോലെ ഒരു ഗേൾ ടോക്ക് ആണ് കേട്ടോ. അപ്പം ഗേൾ ടോക്ക് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണ് ഇന്ന് നമുക്ക്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഗേൾ ടോക്സ് ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്താ ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണ് കേട്ടോ. അതായത് എൻ്റെ ആദ്യത്തെ പീരീഡായ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കുറച്ച് നിങ്ങളുടെ മുന്നിൽ വാചാലമാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണെന്നല്ലേ, അതായത് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് അത് എല്ലാ ഫീമെയിൽ ബോഡീസിലും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പം ഇതിന് ഇടയിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം തുടങ്ങാം അല്ലേ. അപ്പം എൻ്റെ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ അത് പറയാൻ നേരത്ത് ഭയങ്കര നല്ല നല്ല മെമ്മറീസുകളും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെയാണ് മൈൻഡിലൂടെ ഓടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലോട്ട് കയറാൻ നേരത്തായിരുന്നു എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 2 മാസം ലീവ് ഉണ്ടായിരിക്കുമല്ലോ. ആ സമയത്താണ് എനിക്ക് ഈ പീരീഡ്സ് ഉണ്ടായത്. അത് വളരെ നന്നായി എന്നാണ് അന്ന് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ആ സമയത്ത് ലീവ് ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ പോകും വേണ്ട. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ മൈൻഡിലെടുക്കുക, അയ്യോ ഇതൊക്കെ ക്ലാസ്സിൽ അറിഞ്ഞാൽ അങ്ങനെയൊക്കെയാണല്ലോ അന്ന് ഓർത്തത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അന്ന് നമുക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം വീട്ടിലിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ഞാനിങ്ങനെ ക്യാച്ച് ചെയ്യായിരുന്നു. അതായത് പോയി നമ്മൾ അവിടെയൊക്കെ പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് 5ാം ക്ലാസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ നമുക്ക് അതിനെ കുറച്ച് സംഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 8ാം ക്ലാസ്സിൽ ഇങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് 2 മാസം ലീവിൽ നമ്മൾ നല്ല പ്ലാനിങ് ആയിരുന്നു, എന്തൊക്കെ കളിക്കണം, എവിടെയൊക്കെ പോകണം എന്നൊക്കെ പ്ലാനിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്കാണെങ്കിലോ എൻ്റെ വീടിന് ചുറ്റും എല്ലാവരും ബോയ്സ് ആയിരുന്നു, എല്ലാ കസിൻസും ബോയ്സ് ആയിരുന്നു എൻ്റെ കൂട്ടുകാരെന്ന് പറയാൻ നേരത്ത്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ നല്ല എന്താ പറയുക ക്രിക്കറ്റും എറിഞ്ഞുകളിയും മറ്റേ കുട്ടിയും കോലും ഒക്കെ കളിക്കുന്ന ടീംസ് ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് നമ്മൾ, അതായത് ഞാൻ പീരീഡ് ആകുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ എന്തോ കളിച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഈ മാങ്ങയില്ലേ, മാങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ നേരത്തെ എനിക്കിങ്ങനെ വാഷ്റൂമിൽ പോകണം തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പോകും. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മാങ്ങ റോസ്റ്റ് ആരും എടുത്ത് കഴിക്കരുത്, ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞ് ഞാൻ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു പന്തീറുണ്ടായിരുന്നു. അപ്പം ഞാൻ അതാ സംഭവം മൈൻഡിൽ ഓടി. എനിക്ക് പെട്ടെന്ന് ആദ്യം മൈൻഡിൽ വന്നത്, ദൈവമേ ഇനി ബ്ലഡ് ക്യാൻസർ എങ്ങാനും ആണോ ദൈവമേ എനിക്ക്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അതാ വന്നത്, അയ്യോ ഇനിയിപ്പോൾ മാങ്ങ റോസ്റ്റ് കഴിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സംഭവം പെട്ടെന്ന് മൈൻഡിൽ വന്നില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ റൂമിലോട്ട് ഓടി കയറി വന്നിട്ട് അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയോട് പറയണോ വേണ്ടോ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കളിക്കാൻ വിടത്തില്ല, മാങ്ങ റോസ്റ്റ് കഴിക്കാൻ പറ്റില്ല, അതങ്ങനെ കുറേ മൈൻഡിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്തു രണ്ടും കൽപ്പിച്ച് ഓടി, മാങ്ങ റോസ്റ്റ് അവിടെ ഇരിക്കുകയാണല്ലോ, അപ്പുറത്തെ വീട്ടിൽ ഓടിക്കഴിഞ്ഞിട്ടും എനിക്ക് മൈൻഡിൽ ഇങ്ങനെ കുറേ ചിന്തകളായിരുന്നു. അമ്മയോടത്ത് പറയണോ, എന്താ ചെയ്യണ്ടേ, ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോയിട്ടോ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയാൻ പോയതായി, ആരോടും പറയില്ല അമ്മേ, ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പുറത്തെ വീട്ടിൽ അമ്മായി ഉണ്ട് കേട്ടോ. അമ്മായിനെടുത്തിട്ട് ഓടി, അമ്മായിനടുത്ത് പറഞ്ഞു. അപ്പം പിന്നെ അറിയാലോ, ഇനി എല്ലാവരും അങ്ങനെ അറിയും. അതുകൊണ്ട് ഞാൻ ഈ അമ്മ വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എൻ്റെ പ്രശ്നം എനിക്ക് കളിക്കണം, അതാണ് എൻ്റെ മൈൻഡ് ഫുള്ള്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ അമ്മായി വേറെ ആരോടും പറയല്ലേ. എവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞില്ല, എല്ലാവരും വീട്ടിലോട്ട് ഓടി വന്നു.
ആരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ഓടി വന്നിട്ട് എടി എന്താടി ഇനി കളിക്കാൻ വരുന്നില്ലേ, എന്ത് പറ്റി, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. പക്ഷേ എനിക്കിത് കുറച്ച് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ടിന് 5ാം ക്ലാസ്സിലായത്. അപ്പം അവളിങ്ങനെ ഇങ്ങനെ ഉണ്ടാകാൻ നേരത്ത് നമ്മുടെ അടുത്ത് പറയുമായിരുന്നു. നമ്മൾ ചോദിച്ചു അങ്ങോട്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുമായിരുന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് അറിയായിരുന്നു. അങ്ങനെ അവന്മാർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു, മതി കാര്യമൊക്കെ അന്വേഷിച്ചൊക്കെ മതി, ഇനി നിങ്ങൾ പോയി കളിച്ചോ, ഇനി അവൾ 4 ദിവസം കളിക്കാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മമ്മയോട് പറഞ്ഞു, എന്നാൽ മാങ്ങ റോസ്റ്റ് കൊണ്ട് തന്നിട്ട് പൊക്കോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അമ്മമ്മ ഭാഗ്യത്തിന് അത് വാങ്ങിച്ചു തന്ന് അങ്ങനെ 4 ദിവസം ഞാൻ ഉള്ളിൽ തന്നെയായിരുന്നു. അവന്മാരാണെങ്കിൽ ഭയങ്കര കളി, നമുക്ക് കളിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പോയി കളിച്ചോട്ടെ എന്നാ. അപ്പോൾ പറഞ്ഞു, വേണ്ട 4 ദിവസം നീ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞു. പിന്നെ അമ്മൂമ്മയായി പോയില്ലേ, പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണമല്ലോ. അങ്ങനെ നമ്മൾ 4 ദിവസം അനുസരിച്ച് വീട്ടിലിരുന്നു. 5ാം ദിവസം വീട്ടിൻ്റെ വെളിയിറങ്ങി പിന്നെ കളിയായിരുന്നു. 2 മാസം ലീവിന് തകർത്തടിച്ചിട്ട് ഞാൻ പോയത് സ്കൂളിൽ. അങ്ങനെ ഭാഗ്യത്തിന് എനിക്ക് വയറുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വയറുവേദന അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ ഈ +2 ഉണ്ടായിരുന്നില്ല, കോളേജിലൊക്കെ സ്റ്റാർട്ടായപ്പോഴാണ് എനിക്ക് പീരിയഡ്സിൻ്റെ വയറുവേദനയൊക്കെ ഉണ്ടായത്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഭാഗ്യം എന്ന് പറയാം, എനിക്ക് വേദന കുറവായിരുന്നു. എൻ്റെ കോളേജിൽ 2-3 പേരുണ്ടായിരുന്നു. അവർക്ക് ഈ സമയം വരുമ്പോൾ ഉണ്ടല്ലോ, അവർ 4 ദിവസം ചിലപ്പം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അവർ കോളേജിലേ വരത്തില്ലായിരുന്നു. കാരണം അവർക്ക് നല്ല വൊമിറ്റിങ്ങും നല്ല വയറുവേദനയായിരുന്നു. പാവങ്ങൾ ചേച്ചിമാർക്ക് ഭയങ്കര പാവങ്ങൾ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ വളരെ നന്ദി, എനിക്ക് എന്തായാലും വേദന ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. ഭയങ്കര ഒന്നും കഴിക്കാനും പറ്റില്ല, അവരങ്ങനെ തളർന്ന് കിടക്കും. അത് വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ കുറേ പേർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായത്. അങ്ങനെ ഞാൻ റൂമിൽ 4 ദിവസമൊക്കെ ഇരുന്നല്ലോ. 5 6 ആണോ എന്ന് അറിയത്തില്ല. അത് ആ ദിവസം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ ഫംഗ്ഷൻ. അതായത് വീട്ടുകാർ മാത്രമായിട്ട് എന്തോ ഒരു നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പം ആ സമയത്ത് എടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഫ്രണ്ട്സൊക്കെ കാണാൻ വരുമല്ലോ. അപ്പോൾ കാണാൻ വരുമ്പം ഇഷ്ടം പോലെ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ കൊണ്ട് തരുമായിരുന്നു, പിന്നെ ഡ്രസ്സൊക്കെ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സാധനം കിട്ടുമല്ലോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സ്വീറ്റ്സ് അധികം ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ സ്വീറ്റ്സ് ഫുള്ള് തിന്നു തീർത്താരെന്ന് അറിയോ, എൻ്റെ ബോയ്സ് കസിൻസ് ആയിരുന്നു കഴിച്ചത്. അങ്ങനെ അവർ ഫുള്ള് തിന്നു തീർത്ത്. എനിക്ക് എന്തായാലും കുറേ ഡ്രസ്സൊന്ന് കിട്ടിയായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സംഭവം. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബാഡ് മെമ്മറീസ് ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് 9ാം ക്ലാസ്സിലാണോ 10ാം ക്ലാസ്സിലാണോ എന്നറിയത്തില്ല, പഠിക്കുന്ന സമയത്തും നമുക്കിങ്ങനെ എനിക്കങ്ങനെ ക്ലാസ്സിൽ വെച്ച് ഉണ്ടായി സംഭവം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ പാഡ് എടുക്കാൻ മറന്നുമായിരുന്നു. ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് പേരൻസ് മീറ്റിങ്ങോ എന്തോ ആയിരുന്നു. അമ്മ വന്നില്ല മീറ്റിങ്ങിൽ, എൻ്റെ ചിറ്റയാണ് മീറ്റിങ്ങിൽ വന്നിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ചിറ്റനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എന്താ ചെയ്യുകയെന്ന്. എനിക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ടെൻഷൻ അടിച്ച് കരഞ്ഞു കുളവാക്കി തല കറങ്ങി വീഴുന്ന ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു. ഇപ്പം മോശമല്ല, കുറച്ച് കുറഞ്ഞു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ചിറ്റ പറഞ്ഞു, സങ്കടപ്പെടേണ്ട, നമുക്കൊക്കെ പ്രശ്നം നമുക്കെല്ലാം സോൾവ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആരോടോണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ആരുടെ അടുത്താണ് പാഡ് ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനെ നമ്മളത് സെറ്റപ്പാക്കി അന്ന് എൻ്റെ ആ പ്രശ്നം സോൾവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പഠിച്ചൊരു പാഠമായിരുന്നു, എല്ലാ സമയത്തും ബാഗിൽ പാഡ് വെക്കണം എന്ന് ഞാൻ പഠിച്ചൊരു പാഠമായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ബാഗിൽ എല്ലാ സമയത്തും പാഡ് കാണും, അത് നിർബന്ധമായിട്ട് ഞാൻ വച്ചിരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് മുന്നേ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു, മക്കളെ എവിടെയെങ്കിലും പോകുമ്പം പാഡ് എടുത്ത് ബാഗിൽ വെക്കണം, സ്കൂളിൽ പോകുമ്പോഴും പാഡ് എടുത്ത് ബാഗിൽ വെക്കണം, നമുക്കിത് എപ്പോഴാണ് ഉണ്ടാകണമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് മാറും എന്നൊക്കെ അമ്മേനോട് പറയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഞാൻ കാര്യമൊന്നും ആക്കിയില്ല. പോട്ടെ അതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതി. പക്ഷേ അതെനിക്ക് പണിയും കിട്ടി. അങ്ങനെ പിന്നെ എനിക്ക് രണ്ടാമതും ഒരു പണി കിട്ടി, ഇതേപോലെ ഒരു പണിയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് MBAയുടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് വന്നിട്ട് എക്സാമിൻ്റെ അന്നായിരുന്നില്ല, അത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഡേറ്റ് ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ എൻ്റെ ബാഗിൽ പാഡൊക്കെ എടുത്ത് വെക്കണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ മനസ്സിൽ കരുതിയത്. എക്സാമിൻ്റെ അന്ന് ഞാൻ എടുത്തു വയ്ക്കാൻ ഓർത്തു.
എക്സാമിൻ്റെ ആ ടെൻഷനിൽ ഞാൻ പാട് ബാഗിൽ എടുത്തു വയ്ക്കാൻ മറന്നുപോയി. ഞാൻ പോയി PST കോളേജിലായിരുന്നു എക്സാം, കോയമ്പത്തൂർ വെച്ച്. ഞാൻ PST കോളേജിൽ ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കോളേജാണ്. ഇങ്ങനെ കോളേജൊക്കെ ഞാൻ ആസ്വദിച്ച് പോയിക്കൊണ്ടിരുന്ന് ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്നു. എക്സാമിൻ്റെ സീറ്റിലിരുന്ന് എനിക്ക് പേപ്പറൊക്കെ കൈക്കൊണ്ട് തന്നു എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ പെണ്ണെടുത്ത് ഇങ്ങനെ വച്ചതും ലൈറ്റായിട്ട് എനിക്ക് വയറുവേദന വന്നു. ദൈവമേ, ഡേറ്റ് അല്ലല്ലോ, പിന്നെ ഓക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്തു, ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സാം എഴുതാമെന്ന് ഓർത്ത് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. 2-2.5 മണിക്കൂറാണ് ആയിരുന്നു തോന്നുന്നത് എക്സാം. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് ലാസ്റ്റ് 1 മണിക്കൂറിന് മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു, പണി കിട്ടി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, കറണ്ട് പോയി കേട്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ അതിനെക്കുറിച്ച് ബോധേഡാകാണ്ട് ഞാൻ വേഗം എക്സാം എല്ലാം എഴുതി. എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം എന്താ സംഭവിക്കണം നമുക്കറിയത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ടെൻഷനുണ്ട്, ഇനി എന്താ ചെയ്യുക. കാരണം ആ കോളേജിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെ ഷോപ്സ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുള്ളൂ, ചിലപ്പോൾ അവരുടെ കയ്യിൽ കാണുന്നിടത്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അവർ വേറെ ക്ലാസ്സിലായിരുന്നു, ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു. ഞാൻ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ബാഗ് എടുത്ത് ഞാൻ പോയി. അവർ താഴത്തെ നിലയിലായിരുന്നു, ഞാൻ ഏറ്റവും ടോപ്പ് മുകളിലായിരുന്നു. അവിടെ ആണെങ്കിലോ ലിഫ്റ്റും ഇല്ല. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോയി. സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞ്, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് പെട്ടെന്ന് പാഡ് വേണം, നിങ്ങളുടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇല്ല, എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ നോക്കാൻ പോയിട്ടോ. കടയൊന്നും അവിടെ ഉണ്ടായില്ല. ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ കാര്യം വന്നാലേ എനിക്ക് പെട്ടെന്ന് തല കറങ്ങും. അപ്പം ഞാൻ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നേ, അവിടെ ബെഞ്ചിൽ കയറി ഇരുന്നു കേട്ടോ. ബെഞ്ചിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീ, ഒരു മിനിറ്റ് അമ്മ കഥ പറയട്ടെ. വയസ്സായ ഒരു സ്ത്രീ വന്നിട്ടോ. വയസ്സായ സ്ത്രീ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ പോകുന്നില്ലേ? കാരണം എല്ലാവരും പോയി. അന്നാണെങ്കിൽ കോളേജിൽ വേറെ ആർക്കും ക്ലാസ് ഒന്നും ഇല്ല, ഈ എക്സാം നടക്കുന്നതുകൊണ്ട് നമുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പോകുന്നില്ല ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ എനിക്കായി, അതാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വാങ്ങാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, അയ്യോ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരെന്നെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇതെന്തിനാ എന്നെ വഴക്ക് പറയണേ? അതായത് വയസ്സായ ഒരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ആചാരം അനുസരിച്ച് എന്താണ്ട് തൊടാൻ പാടില്ല എന്നോ എങ്ങനെ എന്തോ ഉണ്ട്. അതും എപ്പം ഈ കാലത്ത്. ഓക്കെ, അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ആയിക്കോട്ടെ, വയസ്സായ ആൾക്കാരല്ലേ, അവർ പറയുന്ന പോലെ പറയട്ടെ, ഞാൻ ഓർത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വേഗം വാങ്ങിയിട്ട് വന്നു. ഞാൻ പോയി വാങ്ങി, എന്നിട്ട് സംഭവമെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ബസ്സിൽ കയറിപ്പോയി. അങ്ങനെ ഹോസ്റ്റലിൽ എത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം എനിക്ക് തല കറങ്ങിയിട്ട് ഒന്നാമത് വയ്യ. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞ വിഷമങ്ങളും എല്ലാം കൂടി ചേർത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് അവസാനം ഞാൻ ഹോസ്റ്റലിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പോയി ഉടനെ ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്കും ആണ് എനിക്ക് കുറച്ച് സമാധാനമായത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം ഫ്രഷായിട്ട് വേഗം വന്ന് ബെഡിൽ കിടന്നു. അയ്യോ എൻ്റെ പൊന്നെ, അതിന് ശേഷം ഞാൻ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല. കാരണം എനിക്ക് ടെൻഷനായിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു അത് എൻ്റെ തെറ്റ്. ഞാൻ എടുത്ത് വച്ചില്ല ബാഗിൽ, അത് എൻ്റെ തെറ്റാണ്. ഞാൻ അവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു. അത് ഞാൻ നോക്കണമായിരുന്നു. പിന്നെ അന്നത്തെ വൈകുന്നേരം എനിക്ക് എണീക്കാൻ പോലും തോന്നിയില്ല. പിന്നെ എല്ലാവരും ഫ്രണ്ട്സൊക്കെ വന്ന് പോട്ടെ വിഷമിക്കേണ്ട അങ്ങനെ പറഞ്ഞ് എനിക്ക് ചായയൊക്കെ വാങ്ങി തന്ന് അങ്ങനെ അവരെന്നെ കൂളാക്കിയതിന് ശേഷമാണ് എനിക്കൊന്ന് നോർമലാകാൻ പറ്റിയത്. കാരണം ഞാൻ എന്തോ എല്ലാത്തൊരു തെറ്റ് ചെയ്ത പോലെയാണ് എനിക്കൊന്ന് ഫീലായത്. അതെനിക്ക് രണ്ടാമത്തെ മിസ്റ്റേക്കാണെന്ന് ഓർക്കണം. ഫസ്റ്റ് എനിക്കൊരു മിസ്റ്റേക്കായി സ്കൂളിൽ പഠിക്കുമ്പം. ഇത് കോളേജ് പഠിക്കുമ്പം ഞാൻ മിസ്റ്റേക്ക് ചെയ്ത കാര്യമാണ്. അപ്പം അതിന് ശേഷം ഞാൻ ഡേറ്റ് ആകാൻ നോക്കി നിൽക്കത്തില്ല. ഞാൻ പാഡ് ഫുൾ പാക്കറ്റ് എപ്പോഴും ബാഗിൽ കാണും. അത് ഞാൻ പഠിച്ച രണ്ടാമത്തെ പാഠം. ആദ്യത്തെ പാഠം ഇത് തന്നെ, രണ്ടാമത്തെ പാഠം ഇത് തന്നെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മിസ്സാക്കത്തില്ല ആ സംഭവം. അതുകൊണ്ട് എല്ലാവരും ബാഗിലെടുത്ത് സംഭവം എടുത്ത് വെച്ചോട്ടോ. പീരീഡ് ആകുന്നതിന് മുന്നേ തന്നെ പാഡ് എടുത്ത് ബാഗിൽ വെച്ചോട്ടോ.
ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പം പാഡൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ പോയി വാങ്ങണം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം അമ്മയോ ആരെങ്കിലുമൊക്കെ വാങ്ങി തരും. അപ്പം നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ കോളേജിൽ പഠിക്കാൻ നേരത്തെ ഇത് ഞാൻ തന്നെ പോയി വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പം കൊണ്ടുപോകും സംഭവം. എന്തിനാ, ഇത് ആരെങ്കിലും കാണുവാണെങ്കിലോ, അതായത് ഞാൻ കടയിൽ പോയി വാങ്ങുമ്പം ആരെങ്കിലും കണ്ടാൽ എനിക്ക് എന്തോ ഒരു നാണമായിരുന്നു കേട്ടോ. ദൈവമേ അവർ കാണുമോ. പിന്നെ അതും അല്ലാണ്ട് മെഡിക്കൽ സ്റ്റോറുകാർ പേപ്പറിൽ പൊതിഞ്ഞാണ് തരുന്നത്. പേപ്പറിൽ പൊതിയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഈ സംഭവമാണെന്ന്. പിന്നെ ഇതിനെ പേപ്പറിൽ പൊതിയുന്നേ. അങ്ങനെ എനിക്ക് ആദ്യം പണ്ടൊക്കെ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഈ കാലത്ത് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. അത് ശരിക്കും പാടില്ല. എന്തിനു നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് അല്ലേ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പണ്ടത്തെ കാലത്തെ മെമ്മറീസുകളും ബാഡ് മെമ്മറീസൊക്കെ. ഇപ്പോൾ എനിക്ക് അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും പറ്റാറില്ല, കാരണം ഞാൻ ഓൾറെഡി പാഠം പഠിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവരും ബാഗിൽ ഇതൊക്കെ എടുത്തു വയ്ക്കാം കേട്ടോ. ഡേറ്റ് വരാൻ നോക്കി നിൽക്കണ്ട, നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഗേൾ ടോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഗേൾ ടോക്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.